കടം വാങ്ങിച്ച ആൾ ആ പൈസ തിരികെ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ക്രെഡിറ്റർക്ക് എന്തിനുള്ള അവകാശമുണ്ട്? ഡെപ്റ്ററുടെ ഏതെങ്കിലും അസറ്റിന്മേൽ ചാർജ് ക്രിയേറ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. പ്ലഡ്ജിൽ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ആക്ച്വൽ പൊസഷൻ ലെൻഡർക്ക് കിട്ടുന്നതാണ് പ്ലഡ്ജ്. ലെൻഡർ ടേക്സ് ആക്ച്വൽ പൊസഷൻ ഓഫ് ദി അസെറ്റ്. പൊസഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കൈവശം വെക്കുക അല്ലേ? അപ്പോൾ ലെൻഡർ എന്ത് ചെയ്യണു? നമുക്ക് പലതരത്തിലുള്ള മോർട്ട്ഗേജുകളുണ്ട്. സിമ്പിൾ മോർട്ട്ഗേജ് ഓർ രജിസ്റ്റേർഡ് മോർട്ട്ഗേജ്, മോർട്ട്ഗേജ് ബൈ കണ്ടീഷണൽ സെയിൽ, യൂസ് ഫ്രാക്ചറി മോർട്ട്ഗേജ്, ഇംഗ്ലീഷ് മോർട്ട്ഗേജ്, ഇക്വിറ്റബിൾ മോർട്ട്ഗേജ്, അനോമലസ് മോർട്ട്ഗേജ്, റിവേഴ്സ് മോർട്ട്ഗേജ്. നെക്സ്റ്റ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇട്ടുണ്ട്. ഹൈപ്പോത്തക്കേഷൻ ഈസ് ഡിഫൈൻഡ് ഇൻ, നമ്മൾ എവിടെയാണ് പഠിച്ചത്? ഹൈപ്പോത്തക്കേഷൻ എവിടെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? ഹായ് ഓൾ, വെൽക്കം ടു എൻട്രി കോപ്പറേറ്റീവ് യൂട്യൂബ് ചാനൽ. മൈസെൽഫ് ജിസ്ന. അപ്പോൾ നമ്മുടെ എക്സാമിങ് അടുക്കാറായി. ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറുടെ എല്ലാവരും പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. എങ്കിലും നമുക്ക് അവിടെ കുറച്ചും കൂടെ പഠിക്കാനുള്ളവർക്ക്, കേരള ബാങ്കിനും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളൊരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് മോഡ്സ് ഓഫ് ക്രിയേറ്റിംഗ് ചാർജസ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ എന്താണ് ചാർജ്? വാട്ട് യു മീൻ ബൈ ചാർജ്? Charge means an interest or right which a lender or creditor obtains in the property of the debtor. The loan available to the borrower is usually based on the value of security. That is, charge എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ഡെപ്റ്ററുടെ ഏതെങ്കിലും പ്രോപ്പർട്ടിന്മേൽ ക്രെഡിറ്റർക്ക് ഉള്ള അവകാശത്തിനെ പറയുന്ന പേരാണ് ചാർജ് എന്ന് പറയുന്നത്. ഡെപ്റ്റർ ആരാണ്, ക്രെഡിറ്റർ ആരെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? ക്രെഡിറ്റർ ആരാ? പൈസ കടം കൊടുക്കുന്ന ആളാണ്. ഡെപ്റ്റർ പൈസ കടം വാങ്ങിയ ആളാണ്. അപ്പോൾ കടം വാങ്ങിച്ച ആൾ ആ പൈസ തിരികെ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ക്രെഡിറ്റർക്ക് എന്തിനുള്ള അവകാശമുണ്ട്? ഡെപ്റ്ററുടെ ഏതെങ്കിലും അസറ്റിന്മേൽ ചാർജ് ക്രിയേറ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. ഓക്കെ, അപ്പോൾ ദ ലോൺ അവൈലബിൾ to the borrower is usually based on the value of security. ലോൺ എന്തിൻ്റെ ബേസിലാണ് കൊടുക്കാറുള്ളത്? എത്ര വാല്യൂ നമ്മൾ കൊടുക്കുന്ന സെക്യൂരിറ്റിയുടെ വാല്യൂ അനുസരിച്ചിട്ടാണ് ലോണ് പ്രൊവൈഡ് ചെയ്യാറുള്ളത്. The bank provides loan with or without security. നമ്മുടെ ബാങ്ക് ലോണുകൾ കൊടുക്കുമ്പോൾ ചിലർ സെക്യൂരിറ്റി ആവശ്യപ്പെടാറുണ്ട്, ചിലർ സെക്യൂരിറ്റി ഇല്ലാതെയും ലോണുകൾ കൊടുക്കാറുണ്ട്. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വേറെ ക്ലാസ്സുകളുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് പലതരത്തിലുള്ള ചാർജുകൾ അല്ലെങ്കിൽ പല മോഡ്സിലാണ് ചാർജ് ക്രിയേറ്റ് ചെയ്യാറുള്ളത്, അതെന്തൊക്കെയാണെന്ന് നോക്കാം. ലീന്, പ്ലഡ്ജ്, ഹൈപ്പോത്തക്കേഷൻ, മോർട്ട്ഗേജ്, അസൈൻമെൻറ്റ്. ഇതാണ് നമ്മുടെ ബാങ്കുകൾ ക്രിയേറ്റ് ചെയ്യുന്ന പലതരത്തിലുള്ള ചാർജുകൾ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? ലീന്, പ്ലഡ്ജ്, ഹൈപ്പോത്തക്കേഷൻ, മോർട്ട്ഗേജ്, അസൈൻമെൻറ്റ്. അപ്പോൾ നമുക്ക് ഓരോന്ന് എന്താണെന്ന് നോക്കാം. അതിൽ ലീൻ എന്ന് പറയുമ്പോൾ ലീൻ ഈസ് ഡിഫൈൻഡ് അണ്ടർ സെക്ഷൻ 171 ഓഫ് ദി ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൻ്റെ സെക്ഷൻ 171 ലീനിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ലീൻ എന്താണ്? ലീൻ ഈസ് റൈറ്റ് ഓഫ് ദി ക്രെഡിറ്റർ ടു റിട്ടൈൻ ദ പൊസഷൻ ഓഫ് ദി പ്രോപ്പർട്ടി ബിലോങ്ങിങ് ടു ഹിസ് ഡെപ്റ്റർ അൺടിൽ ദ ഡ്യൂസ് ആർ cleared. Lien is the right of the creditor. Lien എന്ന് പറയുന്നത് ആരുടെ അവകാശമാണ്? ക്രെഡിറ്ററുടെ അവകാശമാണ്. എന്തിനുള്ള അവകാശമാണ്? റൈറ്റ് ടു റിട്ടൈൻ ദ പൊസഷൻ ഓഫ് ദി പ്രോപ്പർട്ടി. പ്രോപ്പർട്ടിയുടെ പൊസഷൻ, പ്രോപ്പർട്ടി കൈവശം വയ്ക്കാനുള്ള ആരുടെ അവകാശം? ക്രെഡിറ്ററുടെ അവകാശം. എപ്പോൾ വരെ? എപ്പോഴാണോ ഡെപ്റ്റർ ഇയാളുടെ കയ്യിൽ നിന്നും വാങ്ങിച്ച പൈസ തിരിച്ചു കൊടുക്കുന്നത് അതുവരെ ആ പ്രോപ്പർട്ടി പിടിച്ചു വയ്ക്കാനുള്ള ക്രെഡിറ്ററുടെ അവകാശത്തിനെ പറയുന്ന പേരാണ് ലീൻ. ലീൻ്റെ സെക്ഷൻ ഓർത്ത് വയ്ക്കുക 171. ദെൻ നമുക്ക് ലീൻ 2 തരത്തിലാണുള്ളത്. ജനറൽ ലീൻ ഉണ്ട്, സ്പെഷ്യൽ ലീൻ ഉണ്ട്. ഓക്കെ, ദെൻ അപ്പോൾ എന്താണ് ഈ ജനറൽ ലീൻ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് റൈറ്റ് ഓഫ് ദി ക്രെഡിറ്റർ ടു റിട്ടൈൻ ദ പൊസഷൻ ഓഫ് any property, not the point, any property until the debt is cleared. എന്താണ്?
ജനറൽ ലീൻ ഉണ്ട്, സ്പെഷ്യൽ ലീൻ ഉണ്ട്. അപ്പം ജനറൽ ലീൻ എന്താ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രെഡിറ്ററുടെ അവകാശം തന്നെയാണ്. എന്തിനുള്ള അവകാശം? ഡെപ്റ്ററുടെ ഏത് പ്രോപ്പർട്ടിന്മേലും അവകാശം ഉന്നയിക്കാവുന്ന തരത്തിലുള്ള ലീനിനെ നമ്മൾക്ക് വിളിക്കാം ജനറൽ ലീൻ. ഏത് പ്രോപ്പർട്ടിമേലും എനി പ്രോപ്പർട്ടി ചാർജ് ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് ജനറൽ ലീൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്പെഷ്യൽ ലീൻ. സ്പെഷ്യൽ ലീന് നമ്മൾ ഒരു പേരും കൂടെ പറയാറുണ്ട്, particular lien എന്ന് പറയാറുണ്ട്. It is the right of the creditor to retain the possession of those properties in respect of which the debt is due. അതായത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ അസറ്റുമേൽ മാത്രം ചാർജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള ലോണുകളെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ലീനിനെയാണ് സ്പെഷ്യൽ ലീൻ എന്ന് പറയുന്നത്. ജനറൽ ലീൻ എന്ന് പറഞ്ഞാൽ എന്താ? ഏത് പ്രോപ്പർട്ടിമേലും അവകാശം ഉന്നയിക്കാം. അതേസമയം സ്പെഷ്യൽ ലീൻ എന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ അസറ്റുമേലാണ് ചാർജ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ ആ അസറ്റുമേൽ മാത്രം അവകാശം ഉന്നയിക്കാവുന്ന തരത്തിലുള്ള ലീനുകളെയാണ് നമ്മൾ സ്പെഷ്യൽ ലീൻ അല്ലെങ്കിൽ particular lien എന്ന് പറയുന്നത്. ഓക്കെ, lien is applicable for the goods or securities which are belonging to a person who has delivered them to the banker. Okay, bankers lien. ഓക്കെ, ആലോചിച്ച് നോക്കാം. ബാങ്കർക്ക് നമ്മൾ ഏത് സെക്യൂരിറ്റി ആണോ കൊടുത്തിരിക്കുന്നത് ആ സെക്യൂരിറ്റി ബാങ്കിനെ പിടിച്ചു വയ്ക്കാനുള്ള അവകാശമുണ്ട്. എത്ര നാൾ വരെ? കസ്റ്റമർ ഈ ലോൺ അടച്ചു തീർക്കുന്നത് വരെ ഈ പ്രോപ്പർട്ടി പിടിച്ചു വയ്ക്കാനായിട്ട് ബാങ്കിന് അവകാശമുണ്ട്. Then bankers lien is also implied pledge and general lien. bankers lien എന്ന് പറയുന്നത് implied pledgeും കൂടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം കൂടി ഉണ്ട്, bankers lien എന്ന് പറയുന്നത് general lienുമാണ് implied pledgeുമാണ്. ഓക്കെ, പക്ഷേ ഇംപ്ലൈഡ് പ്ലഡ്ജ് അവിടെ നിൽക്കട്ടെ, നമുക്ക് ആദ്യം തന്നെ ജനറലി നമ്മൾ പറഞ്ഞതാണ് അല്ലേ. അപ്പോൾ ബാങ്കേഴ്സിന് എന്തിനുള്ള അവകാശമുണ്ട്? ഏത് പ്രോപ്പർട്ടിന്മേലും ഒരു കസ്റ്റമർ ലോൺ എടുത്തിട്ട് തിരിച്ചടച്ചില്ല എന്നുണ്ടെങ്കിൽ കസ്റ്റമറുടെ ഏത് പ്രോപ്പർട്ടിന്മേലും അവകാശം ഉന്നയിക്കാനായിട്ട് ബാങ്കിന് അവകാശമുണ്ട്. സോ ബാങ്കേഴ്സ് ലീൻ എന്ന് പറയുന്നത് ഓർത്ത് വയ്ക്കാൻ ജനറൽ ലീനാണ്. അതേപോലെ തന്നെ നമുക്ക് പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ ആണ് മറ്റൊന്ന്. ബാങ്കേഴ്സ് ലീൻ എന്ന് പറയുന്നത് ഒരു ഇംപ്ലൈഡ് പ്ലഡ്ജും കൂടെയാണ്. ഇംപ്ലൈഡ് പ്ലഡ്ജ് എന്ന് പറയുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ ഇംപ്ലൈഡ് പ്ലഡ്ജാണ്. അവിടെ നമ്മളോട് പറയുന്നില്ല പ്ലഡ്ജാണെന്നുള്ളത്. പ്ലഡ്ജും ലീനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പ്ലഡ്ജ് ചെയ്ത പ്രോപ്പർട്ടി വിൽക്കാനുള്ള അവകാശമുണ്ട്. അപ്പോൾ ബാങ്കേഴ്സ് ലീൻ എന്ന് പറയുന്നത് ജനറൽ ലീനുമാണ്. അവിടെ ഇൻബിൽഡാണ്, അവിടെ എടുത്ത് പറയണമെന്നൊന്നുമില്ല. നിങ്ങളത് ലോൺ തിരിച്ചടച്ചില്ല എന്നുണ്ടെങ്കിൽ ബാങ്ക് അതെടുത്ത് വിൽക്കും എന്ന് മെൻഷൻ ചെയ്തില്ല, അവിടെ ഇൻബിൽഡ് ആയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് അതിനെ ഇംപ്ലൈഡ് പ്ലഡ്ജ് എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ബാങ്കേഴ്സ് ലീൻ എന്ന് പറയുന്നത് ജനറൽ ലീൻ ആൻഡ് ഇംപ്ലൈഡ് പ്ലഡ്ജ്. ഒരു തരത്തിലുള്ള ലീനുമാണ്, മറ്റൊരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾസോ എ പ്ലഡ്ജ്. പ്ലഡ്ജ് എന്ന് എടുത്ത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിലും ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് ആൻ ഇംപ്ലൈഡ് പ്ലഡ്ജ്. Okay. A banker has the right to retain them and if necessary can also sell the goods. പ്രോപ്പർട്ടി പിടിച്ചു വയ്ക്കാനുള്ള അവകാശമുണ്ട്, അത് വിൽക്കാനുള്ള അവകാശമുണ്ട്. അതാണ് ലീൻ. ദെൻ നെക്സ്റ്റ് വണ്ണാണ് പ്ലഡ്ജ്. ബാങ്കിൻ്റെ മറ്റൊരു അവകാശമാണ് പ്ലഡ്ജ്. പ്ലഡ്ജ് ഈസ് ഡിഫൈൻഡ് അണ്ടർ സെക്ഷൻ 172. ലീൻ എന്താ പറഞ്ഞത്? ലീനിൽ നമ്മൾ 171 ആണ് പറഞ്ഞത്. പ്ലഡ്ജിൽ പറയുന്നത് 172 ഓഫ് ദി ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്. പ്ലഡ്ജ് ഈസ് യൂസ്ഡ് വെൻ ദ ലെൻഡർ ടേക്സ് ആക്ച്വൽ പൊസഷൻ ഓഫ് ദി അസെറ്റ്. നമ്മുടെ പ്ലഡ്ജിൽ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ആക്ച്വൽ പൊസഷൻ ലെൻഡർക്ക് കിട്ടുന്നതാണ് പ്ലഡ്ജ്. ലെൻഡർ ടേക്സ് ആക്ച്വൽ പൊസഷൻ ഓഫ് ദി അസെറ്റ്. പൊസഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കൈവശം വയ്ക്കുക അല്ലേ. അപ്പോൾ ലെൻഡർ എന്ത് ചെയ്യണു? ലെൻഡർക്ക് ഈ അസറ്റിൻ്റെ ആക്ച്വൽ പൊസഷൻ കിട്ടുന്നു. ഓൺലി മൂവബിൾ ഗുഡ്സ് ക്യാൻ ബി പ്ലഡ്ജ്ഡ്. നമുക്ക് മൂവബിൾ ഗുഡ്സ് മാത്രമാണ് പ്ലഡ്ജ് ചെയ്യാൻ പറ്റുന്നത്. ഹിയർ ദ പൊസഷൻ ഓഫ് ദി പ്രോപ്പർട്ടി ഈസ് ട്രാൻസ്ഫേർഡ്. നമ്മൾ പറഞ്ഞു എന്താണ്? പ്രോപ്പർട്ടിയുടെ പൊസഷൻ ട്രാൻസ്ഫർ ചെയ്യുന്നു. ദ പേഴ്സൺ ഹു ട്രാൻസ്ഫേഴ്സ് ദ ഗുഡ്സ് ഈസ് കോൾഡ് പ്ലഡ്ജർ ഓർ പോണർ. എന്താ? ആരാണോ ഗുഡ്സ് കൈമാറ്റം ചെയ്യുന്നത് അവരെ നമ്മൾ പ്ലഡ്ജർ അല്ലെങ്കിൽ പോണർ എന്നും കൂടി പറയാറുണ്ട്. ദ പേഴ്സൺ ഹു ട്രാൻസ്ഫേഴ്സ് ദ ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുന്ന ആളെ പ്ലഡ്ജർ അല്ലെങ്കിൽ പോണർ എന്ന് പറയുന്നു. ദ പേഴ്സൺ ടു ഹൂം ദ ഗുഡ്സ് ആർ ട്രാൻസ്ഫേർഡ് ഈസ് കോൾഡ് പ്ലഡ്ജി ഓർ
പോണി, പ്ലെഡ്ജി അല്ലെങ്കിൽ പോണി, പ്ലെഡ്ജി അല്ലെങ്കിൽ പോണി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇൻ ദിസ് കേസ് ബാങ്ക് ആരാണ്? പ്ലെഡ്ജി ഓർ പോണി. ബാങ്കിനാണല്ലോ നമ്മൾ ബാങ്കിങ് കോൺസെപ്റ്റിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലെഡ്ജ് ചെയ്യണ സാധാരണ കേസിൽ ഗോൾഡ് അല്ലേ, നമുക്ക് പണയം വെക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ്, നമ്മൾ ബാങ്കിൽ പണയം വെക്കുകയാണ്. അപ്പോൾ ബാങ്കിനാണ് നമ്മൾ സാധനങ്ങൾ കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ ബാങ്കിനെ നമ്മൾ പ്ലെഡ്ജി അല്ലെങ്കിൽ പോണി എന്നാണ് പറയുന്നത്. കസ്റ്റമറെ നമ്മൾ പ്ലെഡ്ജർ അല്ലെങ്കിൽ പോണർ എന്നാണ് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ എന്താണ്? പ്ലെഡ്ജ്. ഫസ്റ്റ് വൺ ലീന, രണ്ടാമത്തെ പ്ലെഡ്ജ്. ദ നെക്സ്റ്റ് വൺ ഹൈപ്പോത്തക്കേഷൻ. അടുത്ത ഒരു മോഡ്സ് ഓഫ് ക്രിയേറ്റിംഗ് ചാർജാണ് ഹൈപ്പോത്തക്കേഷൻ എന്ന് പറയുന്നത്. ഹൈപ്പോത്തക്കേഷൻ ഈസ് ഡിഫൈൻഡ് അണ്ടർ സെക്ഷൻ 2 ഓഫ് സർഫേസി ആക്ട് 2002. സർഫേസി ആക്ടിൻ്റെ ക്ലാസ് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഹൈപ്പോത്തക്കേഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് സെക്ഷൻ 2 സർഫേസി ആക്ട് 2002 സെക്ഷൻ 2 എന്തിനെ പറ്റി ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? ഹൈപ്പോത്തക്കേഷനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ളത്. The word hypothecation means a charge created on any movable assets or property for a loan borrowed by the owner of the movable asset. ചുരുക്കി പറഞ്ഞ എത്രയേ ഉള്ളൂ, ഹൈപ്പോത്തക്കേഷനും പ്ലെഡ്ജും മൂവബിൾ ഗുഡ്സ് ആണെന്നുണ്ടെങ്കിലും ഹൈപ്പോത്തക്കേറ്റ് ചെയ്യുന്നത് സാധാരണ കേസിൽ നമ്മൾ വണ്ടികളുമേൽ ചാർജ് ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് അതിനെ ഹൈപ്പോത്തക്കേഷൻ എന്നാണ് പറയുന്നത്. ഓർത്ത് വയ്ക്കുക, പ്ലെഡ്ജിലും മൂവബിൾ ഗുഡ്സ് ആണ്, ഹൈപ്പോത്തക്കേഷനിലും മൂവബിൾ ഗുഡ്സ് ആണ്. ഹൈപ്പോത്തക്കേഷനും പ്ലെഡ്ജും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമുക്ക് ടേബിൾ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് വേറൊരു ക്ലാസ്സിൽ ഇടുന്നതാണ്. അപ്പോൾ ഹൈപ്പോത്തക്കേഷൻ എന്ന് പറയുമ്പോൾ ഇതാണ്, മൂവബിൾ ഗുഡ്സുമാണ് ചാർജ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും ഡിഫറൻസ് ഉണ്ട്. ഇവിടെ ഗുഡ്സിൻ്റെ പൊസഷനോ ഓണർഷിപ്പോ ഒന്നും ആർക്ക് കൈമാറുന്നില്ല? നമ്മുടെ ഹൈപ്പോത്തക്കേറ്റിക്ക് കൈമാറുന്നില്ല. ഹൈപ്പോത്തക്കേറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ആർക്കാണോ നമ്മൾ കൊടുക്കുന്നത് അയാളെയാണ് നമ്മൾ ഹൈപ്പോത്തക്കേറ്റി എന്ന് പറയുന്നത്. പക്ഷേ പ്ലെഡ്ജിൽ നമ്മൾ പറഞ്ഞു പൊസഷൻ കൈമാറുന്നുണ്ടെന്ന്. പിന്നെ മറ്റൊരു വ്യത്യാസം എന്താ, ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ വണ്ടികളുമേ ചാർജ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഹൈപ്പോത്തക്കേഷൻ. പക്ഷേ ഇവിടെ എന്താ, ഹൈപ്പോത്തക്കേഷൻ ഈസ് ക്രിയേറ്റഡ് വിത്തൗട്ട് ട്രാൻസ്ഫറിങ് ദി ഓണർഷിപ്പ് ആൻഡ് പൊസഷൻ ഓഫ് ദി പ്രോപ്പർട്ടി ടു ദി ബാങ്ക്. വണ്ടികൾ പണയം വയ്ക്കാമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ വണ്ടികൾ പണയം വയ്ക്കുമ്പോൾ എന്താ സംഭവിക്കണത്? അവിടെ ഒരിക്കലും വണ്ടിയോ അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓണർഷിപ്പോ ലെൻഡർക്ക് കൈമാറുന്നില്ല. അപ്പോൾ നമ്മളെ ചാർജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം RC ബുക്കിലൊക്കെ ചാർജ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഹൈപ്പോത്തക്കേറ്റ് ചെയ്യുന്നത് അല്ലേ. ഓക്കെ, ഹൈപ്പോത്തക്കേഷൻ ഈസ് ഡൺ ബൈ എക്സിക്യൂട്ടിംഗ് എ ഡോക്യുമെൻ്റ് കോൾഡ് ലെറ്റർ ഓഫ് ഹൈപ്പോത്തക്കേഷൻ. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു ചാർജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ ഹൈപ്പോത്തക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രൂഫ് വേണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എഴുതി തയ്യാറാക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ് ലെറ്റർ ഓഫ് ഹൈപ്പോത്തക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഹൈപ്പോത്തക്കേറ്ററും ഹൈപ്പോത്തക്കേറ്റിയും തമ്മിൽ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒരു ലെറ്റർ അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻ്റ് തയ്യാറാക്കാറുണ്ട്. ആ ഡോക്യുമെൻറ്റിനെ പറയുന്ന പേരാണ് ലെറ്റർ ഓഫ് ഹൈപ്പോത്തക്കേഷൻ. ഓക്കെ, അപ്പോൾ ഹൈപ്പോത്തക്കേറ്റർ ആരാണോ നമ്മുടെ പ്രോഡക്റ്റ് കൈമാറുന്നത്, അല്ലെങ്കിൽ പ്രൊഡക്റ്റിൽ ഇവിടെ നമ്മൾ വെഹിക്കിളാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ റിയൽ ഓണർ ഓഫ് ദി ഗുഡ്സ് ഈസ് കോൾഡ് ഹൈപ്പോത്തക്കേറ്റർ. ആർക്കാണോ ഈ വെഹിക്കിൾ കൈമാറുന്നത് അവരെ നമ്മൾ പറയുന്ന പേരാണ് ഹൈപ്പോത്തക്കേറ്റി. മറക്കണ്ട. ദെൻ അടുത്ത ചാർജ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ടൈപ്പാണ് മോഡ്ഗേജ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മോഡ്ഗേജ് ഈസ് ഡിഫൈൻഡ് അണ്ടർ സെക്ഷൻ 58A ഓഫ് ദി ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് 1882. ഇപ്പം എന്താ പറഞ്ഞത്? മോഡ്ഗേജ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്റ്റിലാണ്. മോഡ്ഗേജ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്റ്റിലാണ്. മോഡ്ഗേജ് ഈസ് 58A. ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് നമ്മൾ നേരത്തെ പറഞ്ഞു. ഹൈപ്പോത്തക്കേഷൻ എവിടെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? സർഫേസി ആക്റ്റിലാണ്. മോഡ്ഗേജ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്റ്റിലാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. മോഡ്ഗേജ് ഈസ് എ മെത്തേഡ് ഓഫ് ക്രിയേറ്റിംഗ് ചാർജ് ഓൺ ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ് ലൈക്ക് ലാൻഡ്, ബിൽഡിംഗ് എക്സെട്ര. ഇമ്മൂവബിൾ പ്രോപ്പർട്ടിമേൽ ചാർജ് ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ മോഡ്ഗേജ് എന്ന് പറയുന്നത്. സാധാരണ ലാൻഡ്,
ബിൽഡിങ് അതുമെല്ലാം ചാർജ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ലോൺ എടുക്കുന്ന കേസ് നമുക്കറിയാം. അതിനെ നമ്മൾ പറയുന്ന പേരാണ് മോർഗേജ്. ദ പേഴ്സൺ ഹു ട്രാൻസ്ഫേഴ്സ് ദ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഈസ് കോൾഡ് മോർഗേജർ. അപ്പോൾ ആരാണോ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുന്നത്, ഓണർ എന്നുള്ള കേസ് നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഹൈപ്പോത്തക്കേറ്റർ, പ്ലെഡ്ജർ, മോർഗേജർ, ഇതൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ ഓണർ എന്നുള്ള വേർഡ് കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവില്ല. ചിലപ്പോൾ പ്ലെഡ്ജി ആണോ, പ്ലെഡ്ജറാണോ, മോർഗേജി മോർഗേജറാണോ. അപ്പോൾ നിങ്ങൾ ഓണർ ആരാണ്, OR അങ്ങനെ വെച്ചാണ് സാധാരണ കേസിൽ നമ്മൾ പഠിക്കാറുള്ളത്. അപ്പോൾ ഇവിടെ മോർഗേജർ എന്ന് പറയുമ്പോൾ ആരാണോ ട്രാൻസ്ഫർ ചെയ്യുന്നത്, റിയൽ ഓണർ ആണല്ലോ. അപ്പോൾ മോർഗേജർ. The person to whom such immovable property is transferred is called mortgagee. ആർക്കാണോ പ്രൊഡക്റ്റ് കൈമാറിയത് അയാളെ പറയുന്ന പേരാണ് mortgagee. The instrument by which mortgage is effected is called mortgage deed. നമ്മൾ നേരത്തെ ഹൈപ്പോത്തിക്കേറ്റ് ചെയ്തപ്പോൾ ഒരു ഡോക്യുമെൻ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. ആ ഡോക്യുമെൻറ്റിൻ്റെ പേരെന്തായിരുന്നു? ലെറ്റർ ഓഫ് ഹൈപ്പോത്തിക്കേഷൻ അല്ലേ. ഇവിടെ മോർഗേജ് ചെയ്യുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു ഡീഡ് അല്ലെങ്കിൽ ഡോക്യുമെൻറ്റിനെ പറയുന്ന പേരാണ് മോർഗേജ് ഡീഡ്. നമ്മൾ പാർട്ട്ണർഷിപ്പ് ഡീഡൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ മോർഗേജ് ഡീഡ് എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ മോർഗേജിനെ പറ്റിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും എഴുതിയിട്ട് ഉള്ള ഒരു ഡോക്യുമെൻ്റാണ് മോർഗേജ് ഡീഡ് എന്ന് പറയുന്നത്. നമുക്ക് പലതരത്തിലുള്ള മോർഗേജുകളുണ്ട്. സിമ്പിൾ മോർഗേജ് ഓർ രജിസ്റ്റേർഡ് മോർഗേജ്, മോർഗേജ് ബൈ കണ്ടീഷണൽ സെയിൽ, യൂസ് ഫ്രാക്ചറി മോർഗേജ്, ഇംഗ്ലീഷ് മോർഗേജ്, ഇക്വിറ്റബിൾ മോർഗേജ്, അനോമലസ് മോർഗേജ്, റിവേഴ്സ് മോർഗേജ്. ഇതെല്ലാം ടൈപ്സ് ഓഫ് മോർഗേജുകളാണ്. റിവേഴ്സ് മോർഗേജിന് നമ്മൾ ലൈഫ് ടൈം മോർഗേജ് എന്നും പറയാറുണ്ട്. ഇതിനെല്ലാം സെപ്പറേറ്റ് സെക്ഷനുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ വേറൊരു എന്തായാലും ഇന്നത്തെ ക്ലാസ്സിൽ നമുക്കത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മോർഗേജുകളുടെ തന്നെ വേറൊരു ക്ലാസ് മിസ് അടുത്ത് തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ ടൈപ്സ് ഓഫ് മോർഗേജ് ഇതൊക്കെയാണ്. നമ്മൾ മോർഗേജ് പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒരു ടൈപ്സ് ഇട്ടു എന്ന് മാത്രം. ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളത് കൊണ്ട് നമുക്ക് വേറൊരു ദിവസം ഇതിൻ്റെ സെപ്പറേറ്റ് ക്ലാസ് ഇടാം കേട്ടോ. ദെൻ നെക്സ്റ്റ് വൺ ആണ് അസൈൻമെൻറ്റ്. Assignment means the transfer of an existing or future right, property or a debt by one person to another. Assign ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഏൽപ്പിച്ചു കൊടുക്കലാണ് അല്ലേ. അപ്പോൾ അസൈൻമെൻറ്റ് എന്ന് പറയുമ്പോൾ ട്രാൻസ്ഫർ ഓഫ് ആൻ എക്സിസ്റ്റിംഗ് ഓർ ഫ്യൂച്ചർ റൈറ്റ്, ഒന്നുകിൽ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള അവകാശം അല്ലാന്നുണ്ടെങ്കിൽ ഭാവിയിൽ നമ്മൾക്ക് കിട്ടാൻ പോകുന്ന അവകാശത്തിനെ മറ്റൊരാൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നതിനെയാണ് അസൈൻമെൻറ്റ് എന്ന് പറയുന്നത്. ഒന്നുകിൽ ഇപ്പം നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കും, അത് ഏൽപ്പിച്ചു കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ FD ഒക്കെ എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പം ഉണ്ട്. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ അസൈൻ ചെയ്യുന്ന മറ്റൊരു സംഭവമാണ് ഇൻഷുറൻസിൻ്റെ ഡോക്യുമെൻറ്റ്സ്. നമ്മൾ അവിടെ നിന്ന് കിട്ടുന്ന ഡോക്യുമെൻ്റ് ഇല്ലേ, അത് നമ്മൾ കൈമാറാറുണ്ട്. ഇത് വരുന്നത് അസൈൻമെൻറ്റിൻ്റെ കേസിലാണ്. ഓക്കെ, ദ പേഴ്സൺ ഹു ട്രാൻസ്ഫേഴ്സ് ദ റൈറ്റ് ഈസ് കോൾഡ് അസൈനർ. നമ്മൾ പറഞ്ഞു ഓണർ എന്നുള്ള കേസിൽ. അപ്പോൾ ആരാണോ ഇത് കൈമാറുന്നത് അയാളെ അസൈനർ എന്നാണ് പറയാറുള്ളത്. ദ പേഴ്സൺ ടു ഹൂം ദ ഇൻസ്ട്രുമെൻ്റ് ഈസ് കോൾഡ് to whom the instrument is transferred is called assignee. ആർക്കാണോ കൈമാറുന്നത് അയാളെ നമ്മൾ പറയുന്ന പേരാണ് അസൈനി. ഓക്കെ, ദെൻ അടുത്തൊരു സംഭവം വരുന്നുണ്ട് ഗ്യാരണ്ടി. നമ്മൾ മോഡ്സിൽ പറയുന്നില്ല എന്നുണ്ടെങ്കിലും ഇതും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ ഗ്യാരണ്ടിയും കൂടെ ഇവിടെ അടിച്ചിട്ടുള്ളത്. ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, ഉറപ്പ് കൊടുക്കലാണ്. ഓക്കെ, അപ്പോൾ ഗ്യാരണ്ടി ഈസ് എ കോൺട്രാക്ട് ടു പെർഫോം ദി പ്രോമിസ് ഓർ ഡിസ്ചാർജ് ദ ലയബിലിറ്റി ഓഫ് എ തേർഡ് പേഴ്സൺ ഇൻ കേസ് ഓഫ് ഹിസ് ഡിഫോൾട്ട്. ഗ്യാരണ്ടി എന്ന് പറയുന്നത് എന്താണ്? ഒരാളുടെ ടു പെർഫോം ദ പ്രോമിസ്, ഒന്നുകിൽ ഞാൻ ചെയ്തു കൊള്ളാം, എങ്ങനെയാണെങ്കിൽ മറ്റൊരാൾ ആ സംഭവം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഓൺ ബിഹാഫ് ഓഫ് ഹിം, അവൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ ഉറപ്പ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഗ്യാരണ്ടി എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ഗ്യാരണ്ടി? ഈസ് എ കോൺട്രാക്ട് ടു പെർഫോം ദ പ്രോമിസ് or to discharge the liability of a third person. മൂന്നാമതൊരാളുടെ ലയബിലിറ്റി ഞാൻ ഏറ്റെടുത്തുകൊള്ളാം, അവൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഏറ്റെടുത്തുകൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്നതിനെയാണ് ഗ്യാരണ്ടി എന്ന് പറയുന്നത്. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൻ്റെ സെക്ഷൻ 126 ഗ്യാരണ്ടീനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൻ്റെ സെക്ഷൻ 126 ഡിഫൈൻസ് ഗ്യാരണ്ടി. അപ്പോൾ ഗ്യാരണ്ടിയിൽ മെയിനായിട്ട് 3 പാർട്ടീസാണ് ഉണ്ടായിരിക്കുക. 3 പാർട്ടീസ്.
ഏതൊക്കെയാ? ഷുവർട്ടി, പ്രിൻസിപ്പൽ ഡെപ്റ്റർ, ക്രെഡിറ്റർ. നമ്മൾ നേരത്തെ പറഞ്ഞതിൽ എല്ലാവരും 2 പാർട്ടീസാണ്, ഡെപ്റ്ററും ക്രെഡിറ്ററും ആണ് അല്ലേ? 2 പാർട്ടീസാണ് ഉണ്ടായിരുന്നത്. ഇവിടെ 3 പാർട്ടീസാണ് ഇൻവോൾവ് ചെയ്തിട്ടുള്ളത്. ഷുവർട്ടി ഉണ്ട്, പ്രിൻസിപ്പൽ ഡെപ്റ്റർ ഉണ്ട്, അതേപോലെ തന്നെ ക്രെഡിറ്റർ ഉണ്ട്. അപ്പോൾ നമുക്ക് ഷുവർട്ടി ആരാണ്? ദ പേഴ്സൺ ഹൂ ഗിവ്സ് ദ ഗ്യാരണ്ടി ഈസ് കോൾഡ് ഷുവർട്ടി. ആരാണോ ഉറപ്പ് കൊടുക്കുന്നത് അയാളെ നമ്മൾ പറയുന്ന പേരാണ് ഷുവർട്ടി. നമ്മളെന്താ ഈ ഷുവർട്ടി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡെപ്റ്റർ അയാളുടെ ലയബിലിറ്റി അല്ലെങ്കിൽ അയാളുടെ കടമ നിർവഹിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് ഞാൻ ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് അയാളുടെ ലയബിലിറ്റി ഏറ്റെടുക്കുന്ന ആളെയാണ് ഷുവർട്ടി എന്ന് പറയുന്നത്. ദെൻ പ്രിൻസിപ്പൽ ഡെപ്റ്റർ, ദ പേഴ്സൺ ഇൻ റെസ്പെക്ട് ഓഫ് ഹൂസ് ഡിഫോൾട്ട് ദ ഗ്യാരണ്ടി ഈസ് ഗിവൺ ഈസ് കോൾഡ് പ്രിൻസിപ്പൽ ഡെപ്റ്റർ. ആരുടെ ലയബിലിറ്റി ആണോ ഷുവർട്ടി ഏറ്റെടുക്കുന്നത് അയാളെ പറയുന്ന പേരാണ് പ്രിൻസിപ്പൽ ഡെപ്റ്റർ. The next one, creditor. The person to whom the guarantee is given is called creditor. ക്രെഡിറ്റർ ആരാന്ന് അറിയാം, പക്ഷേ നമ്മൾ ഗ്യാരണ്ടിയുടെ കേസിൽ പറയുമ്പോൾ ചെറിയൊരു വ്യത്യാസം മീൻസ് ആ നമ്മൾ അതിനെപ്പറ്റി പറയുമ്പോൾ ഒരു വ്യത്യാസം ഉണ്ടെന്നുള്ളൂ. ആർക്കാണോ ഉറപ്പ് കൊടുക്കുന്നത്, ഷുവർട്ടി ആർക്കാണോ ഉറപ്പ് കൊടുക്കുന്നത് അയാളെ പറയുന്ന പേരാണ് ക്രെഡിറ്റർ. ഓക്കെ, അപ്പോൾ 3 പാർട്ടീസാണ് ഗ്യാരണ്ടിയിൽ ഉണ്ടായിരിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മോഡ്സിൽ നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നമ്മൾ ആദ്യം പഠിച്ചത് ലീനാണ്. ലീൻ 2 തരത്തിലുള്ള ലീൻ ഉണ്ട്. ജനറൽ ലീൻ ഉണ്ട്, സ്പെഷ്യൽ ലീൻ ഉണ്ട്. ജനറൽ ലീൻ്റെ സെക്ഷൻ 171, സ്പെഷ്യൽ ലീൻ്റെ സെക്ഷൻ 172. ജനറൽ ലീൻ എന്ന് പറയുമ്പോൾ എന്താ? ഏത് പ്രോപ്പർട്ടിന്മേലും ചാർജ് ഉന്നയിക്കാവുന്ന തരത്തിലുള്ള ലീനുകളെ നമ്മൾ ജനറൽ ലീൻ എന്ന് പറയുന്നു. സ്പെഷ്യൽ ലീൻ പറയുന്ന മറ്റൊരു പേരാണ് പർട്ടിക്കുലർ ലീൻ. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ അസറ്റിന്മേൽ മാത്രം ചാർജ് ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് സ്പെഷ്യൽ ലീൻ എന്ന് പറയുന്നത്. ബാങ്കേഴ്സ് ലീൻ എന്ന് പറയുന്നത് എന്ത് ലീനാണെന്നാണ് നമ്മൾ പഠിച്ചത്? ജനറൽ ലീനുമാണ്, ഇംപ്ലൈഡ് പ്ലെഡ്ജുമാണ്. രണ്ടാമത് നമ്മൾ നോക്കിയത് പ്ലെഡ്ജാണ്. പ്ലെഡ്ജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? മൂവബിൾ പ്രോപ്പർട്ടീസിന്മേൽ ചാർജ് ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്ലെഡ്ജ് എന്ന് പറയുന്നത്. പ്ലെഡ്ജിൻ്റെ കേസിൽ എന്താ നമ്മൾ പറഞ്ഞത്? പൊസഷൻ ആർക്ക് കൈമാറുന്നുണ്ട്? ലെൻഡർക്ക് കൈമാറുന്നുണ്ട്. മൂന്നാമത് പഠിച്ചത് ഹൈപ്പോത്തക്കേഷനാണ്. ഹൈപ്പോത്തക്കേഷന് മൂവബിൾ ഗുഡ്സും മേലാണ് എങ്കിൽ കൂടി ഹൈപ്പോത്തക്കേറ്റ് ചെയ്യുന്നത് സാധാരണ കേസിൽ വെഹിക്കിൾ, വണ്ടികളിന്മേലാണ്. സാധാരണ കേസിൽ, എല്ലാ കേസും അല്ല, ഓൾമോസ്റ്റ് കേസിൽ ഹൈപ്പോത്തക്കേറ്റ് ചെയ്യുന്നത് വണ്ടികളുമെയാണ്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണ്? ഓണർഷിപ്പും പൊസഷനും ലെൻഡർക്ക് കൈമാറുന്നില്ല. ദെൻ ഹൈപ്പോത്തക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ തയ്യാറാക്കുന്ന ഒരു ഡോക്യുമെൻ്റ് ഉണ്ട്, അതിനെ പറയുന്ന പേരാണ് ലെറ്റർ ഓഫ് ഹൈപ്പോത്തക്കേഷൻ. ദെൻ നമ്മൾ അടുത്ത് പഠിച്ചതാണ് മോഡ്ഗേജ്. ഈ മൂവബിൾ പ്രോപ്പർട്ടിന്മേൽ ചാർജ് ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ മോഡ്ഗേജ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ലാൻഡ്, ബിൽഡിങ് ഇതിന്മേലെല്ലാം ചാർജ് ക്രിയേറ്റ് ചെയ്യുവാണ്. അപ്പോൾ നമ്മൾ പലതരത്തിലുള്ള മോഡ്ഗേജുകളുണ്ട്. അപ്പോൾ മിസ് പറഞ്ഞു വേറൊരു ക്ലാസ് ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ പിന്നെ നമ്മൾ നോക്കിയതാണ് ഗ്യാരണ്ടി. ഗ്യാരണ്ടിയിൽ 3 പാർട്ടീസാണ് നമ്മൾ പഠിച്ചത്. ആരൊക്കെയാണ്? പ്രിൻസിപ്പൽ ഡെപ്റ്റർ, ക്രെഡിറ്റർ, ഷുവർട്ടി. ഷുവർട്ടി എന്ന് പറഞ്ഞാൽ ആരാ? ഉറപ്പ് കൊടുക്കുന്ന ആൾ. ഡെപ്റ്റർ അയാളുടെ ഡ്യൂസ് ക്ലിയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അയാൾ എന്തായാലും ക്ലിയർ ചെയ്യും. സപ്പോസ് അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അയാളുടെ ലയബിലിറ്റി ഞാൻ എടുത്തുകൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് ഉറപ്പ് നൽകുന്ന അയാളെ നമ്മൾ ഷുവർട്ടി എന്നും, പ്രിൻസിപ്പൽ ഡെപ്റ്റർ എന്ന് പറയുമ്പോൾ ആരുടെ ലയബിലിറ്റി ആണോ ഷുവർട്ടി ഏറ്റെടുത്തത് അയാളെ നമ്മൾ പ്രിൻസിപ്പൽ ഡെപ്റ്റർ എന്നും, ക്രെഡിറ്റർ എന്ന് പറയുമ്പോൾ ഷുവർട്ടി ആർക്കാണോ ഷുവർട്ടി ഉറപ്പ് കൊടുത്തത് അയാളെ നമ്മൾ ക്രെഡിറ്റർ എന്നുമാണ് പറയാറുള്ളത്. നെക്സ്റ്റ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇട്ടുണ്ട്. ഹൈപ്പോത്തക്കേഷൻ ഈസ് ഡിഫൈൻഡ് ഇൻ, നമ്മൾ എവിടെയാണ് പഠിച്ചത്? ഹൈപ്പോത്തക്കേഷൻ എവിടെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? സർഫേസി ആക്റ്റിലാണ് ഹൈപ്പോത്തക്കേഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. In dash, both possession and ownership remains with the borrower. എന്താ പറഞ്ഞത്? നമ്മൾ പൊസഷനും ഓണർഷിപ്പും ആരുടെ കയ്യിലാണ്? ബോറോവറുടെ കയ്യിൽ ഇരിക്കുന്ന തരത്തിലുള്ള ചാർജിനെ നമ്മൾ ഹൈപ്പോത്തക്കേഷൻ എന്നാണ് പറയാറുള്ളത്. The next one, dash is also called പോണർ. ആരെയാണ് നമ്മൾ പോണർ എന്ന് പറയാറുള്ളത്? പ്ലെഡ്ജറിന് പറയുന്ന മറ്റൊരു പേരാണ് പോണർ. പ്ലെഡ്ജർ ഈസ് ഓൾസോ കോൾഡ് പോണർ. Dash means transfer of future asset or income to the creditor.
നമ്മൾ ഒന്നുകിൽ ഇപ്പോൾ ഉള്ളതോ അല്ലാന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ കിട്ടുന്ന ബെനിഫിറ്റോ നമ്മൾ മറ്റൊരാൾക്ക് കൈമാറുമ്പോൾ അതിനെ പറയുന്ന പേരെന്താണ്? അസൈൻമെൻറ്റ്. മോർഗേജ് ഈസ് ഡിഫൈൻഡ് അണ്ടർ സെക്ഷൻ ഡേഷ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി. നമ്മൾ പറഞ്ഞു മോർഗേജ് ഏത് സെക്ഷനിലാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? സെക്ഷൻ 58. ഈ 58ൻ്റെ സബ്സെക്ഷനുകളിലാണ് നമ്മൾക്ക് ടൈപ്സ് ഓഫ് മോർഗേജ് പഠിക്കാനുള്ളത്. സബ്സെക്ഷൻ B, C, D, E, F, G വരെ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ദെൻ ഡേഷ് ഈസ് ക്രിയേറ്റഡ് ഓൺ ഇമ്മൂവബിൾ ഗുഡ്സ്. ഇമ്മൂവബിൾ ഗുഡ്സുമേ ചാർജ് ക്രിയേറ്റ് ചെയ്യണത് എന്താ നമ്മൾ പറഞ്ഞത്? മോർഗേജ്. ഇമ്മൂവബിൾ ഗുഡ്സുമേ ചാർജ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് മോർഗേജ് എന്ന് പറയുന്നത്. ദെൻ ഇൻ ഡേഷ് പൊസഷൻ ഈസ് ഹെൽഡ് ബൈ ദി ലെൻഡർ. പൊസഷൻ ലെൻഡറുടെ കയ്യിലിരിക്കുന്നത് എന്തിലാണ്? നമ്മൾ പറഞ്ഞു ഹൈപ്പോത്തക്കേഷനിൽ പൊസഷൻ ആരുടെ കയ്യിലാണ്? ഹൈപ്പോത്തക്കേറ്റിയുടെ കയ്യിലാണ്, അല്ലെങ്കിൽ കസ്റ്റമറുടെ കയ്യിൽ തന്നെയാണ്. പൊസഷൻ നമ്മൾ കൈമാറുന്നില്ല. അപ്പോൾ പ്ലെഡ്ജിൽ മാത്രമാണ് എന്ത്? പൊസഷൻ ലെൻഡർക്ക് കൈമാറുന്നത്. എന്തിലാണ്? പ്ലെഡ്ജിൽ കേട്ടോ. Then in mortgage, principal money and interest on which payment is secured is called mortgage money. ആണ് ഇതിൻ്റെ ആൻസർ. നമ്മളത് മോർഗേജിൻ്റെ ക്ലാസ്സിൽ പറയാമെന്ന് വെച്ചിട്ടാണെങ്കിലും ജസ്റ്റ് ഇവിടെ ഇട്ടു എന്ന് മാത്രം. അതായത് നമ്മൾ മോർഗേജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ, മോർഗേജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വാങ്ങിക്കുന്ന പൈസ, ദാറ്റ് ഈസ് പ്രിൻസിപ്പൽ മണി ആൻഡ് ഇൻട്രസ്റ്റ്, ആ പ്രിൻസിപ്പൽ എമൗണ്ടിനെയും ഇൻട്രസ്റ്റിനെയും കൂട്ടിയിട്ട് നമ്മൾ പറയുന്ന പേരാണ് മോർഗേജ് മണി എന്ന്. ബാങ്കേഴ്സ് ലീൻ എന്താ? ബാങ്കേഴ്സ് ലീൻ എന്ന് പറയണത് ജനറൽ ലീനും ഇംപ്ലൈഡ് പ്ലെഡ്ജുമാണ്. ബാങ്കേഴ്സ് ലീൻ ഈസ് ജനറൽ ലീൻ. ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട്. ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് എന്നാ വന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അത് നമ്മൾക്കൊരു അസൈൻമെൻറ്റ് പോലെ തരാം. നിങ്ങളൊരു കാര്യം ചെയ്യുക, ക്ലാസ് കണ്ടിട്ട് ലാസ്റ്റ് ഒരു വീഡിയോയുടെ അടിയിലൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ മക്കളെ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ജസ്റ്റ് ചെറിയൊരു ക്ലാസ് നിങ്ങൾക്ക് പെട്ടെന്ന് നമ്മൾ എക്സാമിന് പോകുന്നതിനേക്കാൾ മുമ്പായിട്ട് ഒന്ന് ഓടിച്ചൊന്ന് കേട്ടോട്ടെ എന്ന് വെച്ചിട്ടാണ് മിസ് ഈ ക്ലാസ് ഇട്ടത്. ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽഡ് ക്ലാസ് അടുത്ത് തന്നെ മിസ് ഇവിടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ എൻട്രിയിൽ നമ്മുടെ JC ഇപ്പോൾ എന്തായാലും അടുത്ത ആഴ്ച ഒരാഴ്ചയും കൂടെ ഉള്ളൂ JCയുടെ എക്സാമിന്. അതേപോലെ തന്നെ കേരള ബാങ്കിൻ്റെ കോച്ചിങ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. നല്ല നല്ല ഫാക്കൽറ്റീസിൻ്റെ ക്ലാസ് ഇവിടെ അവൈലബിൾ ആണ്. എല്ലാവരും ജോയിൻ ചെയ്യുക. അതേപോലെ തന്നെ CSEBയുടെ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പുതിയ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ എന്ത് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, താങ്ക് യു.